നമ്മുടെ ആദ്യത്തെ KS ബാച്ചിൽ നിന്ന് സർവീസിൽ കയറിയ ഒരാളാണ്. നമുക്കറിയാം 7ാമത്തെ റാങ്ക് കിട്ടി സർവീസിൽ എത്തിയതായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി സർവീസിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ പക്ഷെ ആ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറഞ്ഞ ജോലിയിൽ നിന്ന് മറ്റൊരു ഇതിലേക്കാണ് മാറിയിരിക്കുന്നത്. അപ്പൊ ആക്ച്വലി ഈ ഒരു ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു നമ്മുടെ ഈ ഒരു ജോലിയിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു കുറച്ചുകൂടി ഒരു ഹയർ പോസ്റ്റിലോട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു അതോറിറ്റി ഉള്ള ഒരു പോസ്റ്റിലേക്ക് റെസ്പോൺസിബിലിറ്റിയിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ഒരു ചേഞ്ച് എന്തായിരുന്നു? ഒരുപടി ആദ്യം എല്ലാവരും എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച എല്ലാ എമിനന്റ് PSCക്ക് എന്റെ എല്ലാവിധ ആശംസകളും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം ആൻഡ് ഓൾ ദി ബെസ്റ്റ് വിഷസ് ഒരുപടി. ഇനി സാറ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ആക്ച്വലി ഞാൻ 2007 ഞാൻ സർവീസിൽ കയറുന്നത്. 2007 അന്ന് ആക്ച്വലി ഞാൻ ബിടെക് ആയിരുന്നു എന്റെ ഗ്രാജുവേഷൻ. അത് കഴിഞ്ഞിട്ട് അന്നത്തെ ഒരു PSC എന്ന് പറയുന്നത് നമ്മളെ റിട്ടേൺ ഈ ഫോം ഫില്ല് ചെയ്ത് അയക്കുക അങ്ങനെയൊക്കെയുള്ള പരിപാടിയായിരുന്നു. ഈ പിന്നെ നമ്മുടെ ഇന്നത്തെ പോലെ ഓൺലൈൻ ഒന്നുമുള്ള പരിപാടിയില്ല. 2003 ഞാൻ പരീക്ഷ കഴിഞ്ഞ ഉടനെ ഒരു പിന്നെ LD ക്ലർക്കിന്റെ ടെസ്റ്റ് എഴുതി. ചുമ്മാ എഴുതിയതാണ് ഒരു കാലഘട്ടത്തിൽ. അങ്ങനെ 2003 അപ്ലൈ ചെയ്ത് 2005 പരീക്ഷ നടന്നു. 2007 റിസൾട്ട് വന്നു. 2006 റിസൾട്ട് വന്നു. 2008-7 ഞാൻ ജോയിൻ ചെയ്തു. എന്നിട്ട് ഞാൻ ലീവ് എടുത്തു. എന്നിട്ട് വീണ്ടും അന്ന് സിവിൽ സർവീസ് പ്രിപ്പറേഷന് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. 2 മെയിൻസ് ഒക്കെ എഴുതി ഞാൻ പിന്നീട്. അത് കഴിഞ്ഞിട്ട് 2007 തന്നെ പഞ്ചായത്ത് സെക്രട്ടറി എഴുതിയായിരുന്നു. അപ്പൊ ഒരുപാട് ടെസ്റ്റുകൾ എഴുതിയായിരുന്നു. ഞാൻ ടെസ്റ്റുകളെല്ലാം എഴുതുമായിരുന്നു. PSC ടെസ്റ്റുകളെല്ലാം എഴുതുമായിരുന്നു. അങ്ങനെ എല്ലാ ടെസ്റ്റും എഴുതുമായിരുന്നു. അതിനകത്ത് പഞ്ചായത്ത് സെക്രട്ടറി കിട്ടി, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കിട്ടി, SI സെലക്ഷൻ കിട്ടി. അങ്ങനെ കുറെ പരീക്ഷകൾ അന്ന് കിട്ടുമായിരുന്നു. കിട്ടിയിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറി 2000 ഈ LD ക്ലർക്ക് എഴുതി കിട്ടിയതിന് ശേഷം ആണ് പഞ്ചായത്ത് സെക്രട്ടറി എഴുതുന്നത്. അങ്ങനെ എഴുതി അന്ന് സെക്കൻഡ് ടൈമാണ് പിന്നെ പഞ്ചായത്ത് സെക്രട്ടറി വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 2011 ഞാൻ ജോയിൻ ചെയ്യുന്നത്. 2011 തൊട്ട് 2021 വരെ ഞാൻ 2021 വരെ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോ അതിന്റെ ജോബ് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ലെവൽ ഓഫ് ഇംപ്ലിമെന്റിംഗ് ഓഫീസർ എന്നുള്ള ലെവലാണ്. അതായത് ഫസ്റ്റ് ഗസറ്റഡ് ഓഫീസർ. അപ്പൊ അതിന്റെ ഒരു ഇംപ്ലിമെന്റിംഗ് ആണ് അതിന്റെ മെയിൻ. അതായത് നല്ല ജോലി ഭാരമാണ്. നല്ല ജോലി ഭാരം എന്ന് പറഞ്ഞാല് ഫീൽഡിൽ നല്ല ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മള് നല്ലോണം ഫീൽഡിൽ വർക്ക് ചെയ്യാം. പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല ഈ പ്രഷറുള്ള ഒരു ജോലി കൂടെയാണ്. അപ്പൊ അവിടെ ഇരുന്നുകൊണ്ടാണ് പിന്നെ ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് KS കിട്ടിയപ്പോഴത്തേക്ക് ആ ഒരു ഭയങ്കര ചേഞ്ച് ആണ്. ഫോർ എക്സാമ്പിൾ, പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് കയറുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ട്രെയിനിങ് പോലും കിട്ടിയിട്ടില്ല. പക്ഷെ ഈ സമിതിയിലേക്ക് വന്നപ്പോൾ 1.5 വർഷത്തെ നല്ലൊരു ട്രെയിനിങ്, എങ്ങനെ ഒരു സിവിൽ സർവന്റ് ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, ബേസിക്സ് ഓഫ് ദി നമ്മുടെ സർവീസസ്, ഡിഫറെന്റ് സർവീസസ്, അങ്ങനെ പല കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു ഇന്റൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് തന്നെയായിരുന്നു. ഈ ഓൾമോസ്റ്റ് ഈക്വൽ ടു നമ്മുടെ ഒരു IAS IPS ലെവൽ ട്രെയിനിങ് ഈക്വൽ ആണ്. കാരണം എന്ന് വെച്ചാല് ഞങ്ങളുടെ ട്രെയിനിങ്ങിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് IMG ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഗവൺമെന്റ് ആണ് നമ്മുടെ പ്രീമിയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് K. ജയകുമാർ IAS ആണ്. സാറായിരുന്നു അതിന്റെ ഡയറക്ടർ. സാറാണ് ഇപ്പോഴും ഡയറക്ടർ. അദ്ദേഹത്തിന് അറിയാം, പഴയ ചീഫ് സെക്രട്ടറി, നമ്മുടെ പല ഫേമസ് രചയിതാവ് കൂടിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ ട്രെയിൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ശിക്ഷണത്തിലായിരുന്നു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും. അദ്ദേഹത്തിന്റെ ഒരു ക്ലൗട്ട് അത്ര വലിയ ക്ലൗട്ടായിരുന്നു. അപ്പം ആ എക്സ്പീരിയൻസും എല്ലാം. അപ്പം അതുകൊണ്ട് തന്നെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും, കേരളത്തിലുള്ളതും കേരളത്തിന് പുറത്തുള്ള ഭാരത് ദർശൻ, കേരള ദർശൻ, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഞങ്ങൾ പോവുകയും ചെയ്തു. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കേരളത്തിലെ തന്നെ
നമ്മൾ കാണാത്തതും അറിയാത്തതായ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും ഞങ്ങൾക്ക് പോകാൻ പറ്റി. അവിടെ നിന്ന് ഓപ്പൺ ഒരു അവിടുത്തെ ഒരു ഫീല് കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ജോബിൽ ജോയിൻ ചെയ്തപ്പോഴായാലും KS എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഒരു സ്റ്റാറ്റസ് തന്നെയാണ്. നമ്മള് ഉള്ള കാര്യം പറയുന്നതിന് നമുക്ക് അതിന്റെ ഒരു വേറൊരു ലെവല് തന്നെയാണ്. നമുക്ക് പല കാര്യങ്ങളിനകത്തും KS എന്നുള്ള ഒരു കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥനാണെന്നുള്ള ഒരു ഐഡന്റിറ്റി നമുക്കുണ്ട്. അത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഓഫ് കോഴ്സ് അതിന്റെ ഒരു നെഗറ്റീവായിട്ടുള്ള, കാരണം ഇങ്ങനെ ഒരു സാധനം ഒരു ബർത്ത് ഒരു ഗ്രോയിങ് സ്റ്റേജിലാണ്. അതിൻ്റെതായ ചില ഹിക്കപ്സുകളുണ്ട്. നമ്മൾ അതിന്റെ ഒരു ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്യണം, അതിന്റെ ഒരു സർവീസ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിനൊക്കെ അതിന്റെ പ്രശ്നങ്ങളുണ്ട്. ബട്ട് ഈവൻ ദൻ മറ്റ് സ്റ്റേറ്റുകളിൽ ഉള്ള എല്ലാ സ്റ്റേറ്റുകളിലും ഇതേപോലെ സ്റ്റേറ്റ് സിവിൽ സർവീസസ് ഉണ്ട്. നമ്മുടെ ഇവിടെ ആദ്യമായിട്ടായതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടെങ്കിലും ബട്ട് ഓവറോൾ വി ആർ ഹാപ്പി വിത്ത് ഇറ്റ് ആൻഡ് ഇറ്റ് ഈസ് എ വെരി നൈസ് എക്സ്പീരിയൻസ്. ഓക്കെ, ഞാൻ ചോദിക്കാൻ അതിനിടയിൽ പറഞ്ഞൊരു കാര്യം പറഞ്ഞു പോയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ട്രെയിനിങ് പീരീഡ്? കാരണം ഇത്രയും കാലത്തേക്കും ഈ ഒരു കുഴപ്പമില്ല. ഞാൻ ആ ട്രെയിനിങ് പീരീഡിനെ പറ്റി വേണമെങ്കിൽ വിശദമായിട്ട് പറയുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കാരണം അതൊക്കെ ഒരു ആസ്പിറന്റ് അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളാണ്. വാട്ട് ഈസ് ദെയർ ഇൻ ട്രെയിനിങ് പീരീഡ് എന്നുള്ളത്. കാരണം ഭയങ്കര ഇന്റൻസീവാണ്. രാവിലെ ചിലപ്പം 5-6 മണിക്കൊക്കെ എഴുന്നേക്കും. വൈകുന്നേരം 8-9 മണിയായാലും കൾച്ചറൽ ഇവന്റ്സ് ഉണ്ടാവും. പിന്നെ എന്താണ് സ്പോർട്ടിങ് ഇവന്റ്സ് ഉണ്ടാവും. ഞങ്ങൾക്ക് തന്നെ 2 ഫുട്ബോൾ ലീഗ് ഞങ്ങൾ നടത്തി. പിന്നെ എല്ലാ അതൊരു നമ്മുടെ ഒരു എസ്പിരിറ്റ് ദി കോപ്സ്, നമ്മുടെ ഒരു കൂട്ടായ്മ ബിൽഡ് ചെയ്യുന്നതിനാണ്. എവറിത്തിങ് ഈസ് നെസസറി. എത്ര 5-6 കൾച്ചറൽ ഇവന്റ്സ് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പല സമയത്തായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഓർഗനൈസിങ് കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാനും പുറകോട്ട് നിൽക്കുന്ന ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരാനും ഇത്തരം ആക്ടിവിറ്റീസ് വളരെ ഹെൽപ്ഫുൾ ആണ്. അത് കൂടാതെ ഇപ്പം ഭാരത് ദർശൻ, കേരള ദർശൻ അങ്ങനെ 2 മേജർ ഇവന്റ്സ് ഉണ്ട്. അത് മാത്രമല്ല പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റൽ അറ്റാച്ച്മെന്റ്സ്. ഈ ഭാരത് ദർശനൊക്കെ പോകുമ്പോൾ ഞങ്ങളാ പോകുന്നത്, ടീമായിട്ടാണ് പോകുന്നത്. അപ്പം 25-26 പേരുള്ള ഒരു ഗ്രൂപ്പ് പോകുമ്പോൾ ഞാൻ പോകുമ്പോൾ ഓരോ സർക്യൂട്ടായിട്ട് തിരിക്കും. ഞങ്ങള് ഭാരത് ദർശൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എല്ലാ സ്ഥലത്തും പോകാൻ പറ്റത്തില്ല. ഞങ്ങൾ 5 സർക്യൂട്ടായിട്ട് തിരിക്കും. നോർത്തേൺ, ഈസ്റ്റേൺ, നോർത്ത് ഈസ്റ്റേൺ, വെസ്റ്റേൺ, സൗത്തേൺ, അങ്ങനെ 5 സർക്യൂട്ടായിട്ട് തിരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം ഏത് സർക്യൂട്ടിലാണ് നമ്മൾ പോകുന്നത്. 21 days ആണ്. അപ്പൊ ഞാൻ പോയത് നോർത്ത് ഈസ്റ്റ് സർക്യൂട്ടിലാണ്. അതിനകത്ത് 25 പേരുണ്ടായിരുന്നു. ആ 25 പേരിൽ ഒരാൾ ലീഡർ, ഒരു ഡെപ്യൂട്ടി ലീഡറും ഉണ്ടാവും. അപ്പം അവരാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ, മീൻസ് ഞങ്ങൾ എല്ലാവരുമാണ് തീരുമാനിക്കുന്നത്. പക്ഷെ അവര് നമ്മളെ ലീഡ് ചെയ്യും. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ നമ്മളെ ലീഡ് ചെയ്യും. അവർ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കും. അവർ ഡിസിഷൻസ് എടുക്കും. ആ ഡിസിഷൻസ് നമ്മൾ ഫോളോ മീൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നമുക്ക് മാത്രമായിട്ടൊരു ഡിസിഷൻസ് ഉണ്ടാവില്ല. ആ ഗ്രൂപ്പ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് നമ്മുടെ സെൽഫ് റെസ്പോൺസിബിൾ ആകണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ ഇത്രയും സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ അവിടെ ഇപ്പം ഞങ്ങളിപ്പോ വെസ്റ്റ് ബംഗാളിൽ പോയി. ഞാൻ പോയത് ഒറീസ, വെസ്റ്റ് ബംഗാൾ, സിക്കിമിലാണ് പോയത്. അപ്പം വെസ്റ്റ് ബംഗാളിൽ പോയപ്പം അവിടെ നമ്മുടെ പത്തനംതിട്ട ജില്ലാ കളക്ടറായിരുന്ന റൂഹ് സാറിന്റെ ബ്രദർ, പിന്നെ അവിടെ കൽക്കത്ത നമ്മുടെ എന്താണ് സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പോലെ അവിടെ വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി പവർ കോർപ്പറേഷന്റെ ചെയർമാനാണ് TB സലിം സാർ, IAS ആണ് അവിടുത്തെ. അദ്ദേഹം ഞങ്ങൾക്കൊരു ഹൈ ടീം ഓർഗനൈസ് ചെയ്തു. അപ്പം ഹൗ ടു ബിഹേവ് ഇൻ ദാറ്റ്, അങ്ങനത്തെ ഒരു മീറ്റിങ്ങിന് എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യണം, അവിടെ നമ്മൾ എങ്ങനെ ഡ്രസ് ചെയ്യണം, ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് സെൽഫായിട്ടൊരു തീരുമാനം എടുക്കാനും, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ അവരുടെ കൾച്ചർ എങ്ങനെയാണ്, നമുക്ക് ഓരോരുത്തർക്കും അവിടെ ഒരു ഗിഫ്റ്റ് വരികയും ഞങ്ങൾ തിരിച്ചൊരു ഗിഫ്റ്റ് കൊടുക്കും. വേറെ ഡിഫറെന്റ് അറ്റ്മോസ്ഫിയർ, ഡിഫറെന്റ് കൾച്ചറാണ്. അതേപോലെ തന്നെ അവിടുത്തെ ഒരു കാളിഘട്ടിലൊക്കെ പോകുമ്പോൾ നമുക്ക് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയൊക്കെയാണ് പോയത്, അല്ലാതെ പോകാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നപ്പോ ഈ അപ്പിയറൻസിന്റെ കാര്യം പറഞ്ഞപ്പോ പെട്ടെന്ന് കാണുമ്പോൾ എനിക്ക് ആളെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് അപ്പിയറൻസ് ചേഞ്ച് ആൾക്കുണ്ട്. നമ്മുടെ ഇന്റർവ്യൂ ടൈമിൽ കണ്ട പറഞ്ഞതാണ് ആക്ച്വലി.
കഴിഞ്ഞ നമ്മള് ഇതിന്റെ സമയത്തൊക്കെ ഞാൻ താടി മുടിയൊക്കെ വളർത്തി ആദ്യമായിട്ട് നമ്മൾ കാണുമ്പോൾ ഒരു കൈൻഡ് ഓഫ് ഒരു യേശു ക്രിസ്തുവിനെ കാണുന്ന ഒരു കൈൻഡ് ഓഫ് അപ്പിയറൻസിൽ നിന്ന് ആളെ ഇപ്പൊ നമ്മൾ കാണുമ്പോൾ വലിയൊരു ഡിഫറൻസസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തായിരുന്നു. ആ ഒരു ഓഫീസർ ലൈക്ക് ക്വാളിറ്റി എന്ന് പറയും നമ്മള് ഓയിൽ ക്യൂ ഡംപിങ്, അതൊരു വലിയൊരു അവിടുത്തെ ഒരു സംഭവമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു വന്നപ്പോ നമ്മൾ പ്രിപ്പറേഷന് ശേഷമുള്ള കാര്യങ്ങളെ പറ്റിയാ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ എങ്ങനെയായിരുന്നു നമ്മുടെ ആ ഒരു പ്രിപ്പറേഷൻ ടൈം എങ്ങനെയായിരുന്നു? ഇപ്പൊ എനിക്ക് ഒരു പരിധി വരെ എനിക്കറിയാം എന്തായിരുന്നു ചെയ്ത് എങ്ങനെയായിരുന്നു, പക്ഷെ എന്നാലും ബാക്കിയുള്ളവർക്ക് അത് അറിയാനായിട്ട് വേണ്ടി പ്രിപ്പറേഷൻ ടൈമിൽ എങ്ങനെയായിരുന്നു? നമുക്ക് പ്രിലിംസ് മെയിൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ഒരു പ്രിപ്പറേഷൻ ഒരു ഓവറോൾ ഒരു ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, ഇതിനകത്ത് ഈ പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം 2019 നമ്മുടെ, ഞാൻ ആ ഒരു കുറച്ചൊന്ന് വിശദമായിട്ട് പറയാം, കാരണം അതാണ് എല്ലാവർക്കും ഒന്ന് വേണ്ടത്. 2019 നമ്മുടെ നവംബർ 1 എക്സാക്ട്ലി നോട്ടിഫിക്കേഷൻ വരുന്നത്. എന്നിട്ട് ഞാൻ ഈ നമ്മുടെ കോച്ചിങ് സെന്ററിൽ ജോയിൻ ചെയ്തു. നവംബർ 5 ഞാൻ കോച്ചിങ് സെന്ററിൽ ജോയിൻ ചെയ്തത്. എനിക്ക് കറക്റ്റ് ഓർമ്മയുണ്ട്, കാരണം ഞാൻ അവിടെ വെച്ചിട്ട് എന്റെ മറ്റെല്ലാ ആക്ടിവിറ്റീസും ഞാനങ്ങ് നിർത്തി. ഓക്കെ, ഒൺലി ജോബും ഇതും, ബാക്കിയുള്ള എല്ലാ എന്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും മറ്റേ ഈവൻ നമ്മുടെ എന്റെ ഫ്രണ്ട്ഷിപ്പ് വരെ ഉള്ള ഞാൻ വളരെ സീരിയസ് ആയിട്ട് എന്റെ ഒരു സത്യസന്ധമായുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. മറ്റു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ഈവൻ എനിക്ക് ഞാനൊരു നല്ലൊരു ഹോബി ഇൻട്രസ്റ്റും ഉണ്ട്. ഞാൻ പല രാജ്യങ്ങളും വിസിറ്റ് ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്. ടൂറിസം എന്റെ ഒരു ഹോബിയായിരുന്നു. അതെല്ലാം ഞാൻ നിർത്തിവെച്ചു, കംപ്ലീറ്റ് ആയിട്ട് നിർത്തിവെച്ചു. ഞാൻ നവംബർ 5 എന്റെ മുറിയിൽ കയറിയതാണ്. കുറെ ബുക്സും അതേപോലെ ഈ കോച്ചിങ് ക്ലാസ്സിന്റെ ഒരു ഇതുമായിട്ട് ഞാൻ റൂമിൽ കയറിയതാണ്. പിന്നെ ഞാൻ തിരിച്ചിറങ്ങുന്നത് മെയിൻസ് കഴിഞ്ഞതിന് ശേഷമാണ്. അതത്ര ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞെങ്കിലും അതിന്റെ ഒരു തുടക്കം എങ്ങനെയാണെന്ന് പറഞ്ഞാല്, എന്നിട്ട് ഞാൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നു. പിന്നെ ഞാനൊരു സ്ട്രിക്ട് ടൈം ടേബിൾ ഉണ്ടാക്കി. ആ ടൈം ടേബിൾ എന്ന് പറഞ്ഞാല്, ഞാൻ രാവിലെ 4 മണിക്ക് എഴുന്നേക്കുക. 4 മണിക്ക് എഴുന്നേറ്റിട്ട് 4 to 6 ഒരു മീൻസ് ഒരു സെഷൻ, എന്റെ ഒരു സെഷൻ. 6 to 7 എനിക്ക് എക്സസൈസ് ഒക്കെ ഉണ്ട്, അതിലേക്ക് ഞാൻ പോകും എക്സസൈസ്. 7 to 8:30 പിന്നെ ഒരു ന്യൂസ് പേപ്പർ റീഡിങ്, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ, എന്നാൽ കുറച്ചുകൂടെ ലൈറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഞാൻ ഓഫീസിൽ പോകും. 8:30 കഴിഞ്ഞാൽ അവിടെ അന്നത്തെ ആ ഒരു ഇത് നിർത്തിയിട്ട് ഓഫീസിൽ പോയി ഓഫീസിലെ മാക്സിമം ജോലികൾ പെട്ടെന്ന് ചെയ്ത് ഒരു 5 o'clock ആകുമ്പോൾ തിരിച്ചു വന്ന് 1 hour ഞാൻ റെസ്റ്റ് ചെയ്യും. 1 hour റെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു 6 to തുടങ്ങിയിട്ട് 8:30, ഇടയ്ക്ക് 8:30 to 9 ഭക്ഷണം കഴിക്കാൻ എഴുന്നേക്കുന്നതല്ലാതെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് 10-10:30 വരെ, 10:30 മാക്സിമം 10:30 വരെ ഞാൻ പഠിക്കും. അപ്പം ആ 1 day എന്ന് പറയുന്നത് ഒരു 4 മണിക്കൂർ, ഒരു 6-7 മണിക്കൂർ അല്ലെങ്കിൽ 7-7.5 മണിക്കൂർ ഞാൻ ഒരു നോർമൽ, അതായത് വീക്ക് ഡേയ്സിൽ, മീൻസ് നമ്മുടെ ഓഫീസ് ഉള്ള ഡേയ്സിൽ ഞാൻ പഠിക്കുമായിരുന്നു. ഹോളിഡേയ്സിൽ വേറൊന്നുമില്ല, പഠിത്തം മാത്രം. ആകെ ചെയ്യുന്ന 1 hour പിന്നെ എന്താണ് എക്സസൈസിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കുന്നു എന്നുള്ളതിനപ്പുറം ബാക്കിയുള്ള എല്ലാ ടൈമും ഒരു 12 hours അല്ല, അതിന് കൂടുതൽ 14 hours കണ്ടിന്യൂസ് ആയി 4 മണിക്ക് എഴുന്നേക്ക് 10:30 കിടക്കും. അതിനിടയിൽ 1 മണിക്കൂർ പഠനം, മീൻസ് എക്സസൈസിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കുന്ന ആ ഒരു സമയമല്ലാതെ ബാക്കിയുള്ള ഫുൾ ടൈം പഠനത്തിന് വേണ്ടി തന്നെ ചെലവഴിച്ചത്. ഇതൊരു എക്സാജറേഷൻ അല്ല, നമുക്ക് പെട്ടെന്ന് തോന്നും അതൊരു എക്സാജറേഷൻ ആണെന്ന്. അല്ല. പിന്നെ ഞാൻ പോയിരുന്നത് ക്ലാസ്സിന്, ആ 2 hours നമ്മുടെ ക്ലാസ്സിന്, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടെങ്കിൽ ആ ക്ലാസ് കേൾക്കും. ഇവിടെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ കോച്ചിങ് സെന്റേഴ്സിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഇത്തരം കാര്യങ്ങളിലാണ്. കാരണം നമ്മൾ ഈ ഇന്റലിജന്റ് ഹാർഡ് വർക്ക് എന്ന് മാത്രം പറഞ്ഞാൽ പോലെ, ഇതിന് ഹാർഡ് വർക്ക് ചെയ്ത് ഇതിനകത്ത് വേറെ ഈസി മെത്തേഡൊന്നുമല്ല. ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആ ഹാർഡ് വർക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. ആ ഹാർഡ് വർക്ക് എങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ ഇന്റലിജന്റ് ആയിട്ടുള്ള സ്മാർട്ട് വർക്കാണ് അതിനകത്തുള്ള ബേസിക് ആയിട്ടുള്ള
ഒരു കാര്യം. സ്മാർട്ട് വർക്ക് എന്ന് വെച്ചാല് ഇപ്പം നമ്മുടെ ഇപ്പം ഒരു ഈ സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാല് നമ്മള് ഇപ്പം ഇപ്പൊ ഹിസ്റ്ററി എടുക്കാതാണ്. ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 10-15 ബുക്സ് ഉണ്ടാവും. കേരള ഹിസ്റ്ററിക്ക് ആണെങ്കിൽ നമ്മുടെ പിന്നെന്താണ് ശ്രീധരമേനോന്റെ സാറിന്റെ ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു 3-4 ടെസ്റ്റ് ഉണ്ട് എന്ന് വെച്ചോ, മോഡേൺ ഹിസ്റ്ററി അല്ലെങ്കിൽ കേരള ഹിസ്റ്ററിനെ പറ്റിയിട്ട്. ഈ ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടെക്സ്റ്റ് ബുക്ക് എഴുതിയിരിക്കുന്നത് ഫോർ പിന്നെ അക്കാഡമിക് പർപ്പസ് അല്ല. ഈ ടെക്സ്റ്റ് ബുക്ക് എഴുതിയിരിക്കുന്നത് അവര് കണ്ടുപിടിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അവര് മനസ്സിലാക്കിയ കാര്യങ്ങൾ പുറം ലോകത്തെ അറിയിക്കാൻ വേണ്ടി ഒരു അങ്ങനെ എഴുതിയ ഒരു ബുക്കാണിത്. അതിനകത്തുനിന്ന് നമ്മൾക്ക് വേണ്ട അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തെടുക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രശ്നം. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പൊ ഇത്രയും വലിയ ബുക്ക് നമ്മളിരുന്ന് വായിച്ച ഒരു കാലത്തും തീരില്ല. അവിടെയാണ് നമ്മുടെ KC സാറിനെ പോലുള്ളവരെയും മാധുര മാഡത്തിനെ പോലുള്ളവരുടെയും ഉപയോഗം വരുന്നത്. ആക്ച്വലി എനിക്ക് വളരെ ആ ഒരു കാര്യത്തിനകത്ത് പിന്നെ ഈ KC സാറിനോടുള്ളൊക്കെ ഉള്ള ആതിര മാഡത്തിനോടുള്ളൊക്കെ ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഈ ബുക്കുകളെല്ലാം വായിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവര് വായിച്ചതിന് ശേഷം ഇവര് ഒരു 10 ഇപ്പൊ എന്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, 10-12 ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. വായിച്ചതിന് ശേഷം ഈ സാധനങ്ങളെല്ലാം നമുക്ക് വേണ്ട രീതിയിൽ ഒരു ഇതാക്കി മാറ്റും. നമ്മുടെ വേണ്ട രീതിയിലുള്ള ഒരു കൺസൈസ് ആയിട്ടുള്ള PSCക്ക് വേണ്ടി അല്ലെങ്കിൽ KSന് വേണ്ടി IASന് വേണ്ടിയിട്ടുള്ള ഒരു സിവിൽ സർവീസിന് വേണ്ടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആക്കി മാറ്റും. നമ്മൾ ഇത് പഠിച്ചാൽ മതി. അതായത് ഒരു 10 ബുക്ക് ഒരു പ്രാവശ്യം വായിക്കലല്ല നമ്മുടെ പ്രശ്നം, ഒരു ബുക്ക് 10 പ്രാവശ്യം വായിക്കലാണ് നമ്മുടെ കാര്യം. അതിനകത്ത് അതായത് ആ കൃത്യമായ ബുക്ക് അല്ലെങ്കിൽ കൃത്യമായ മെറ്റീരിയൽ, ബുക്ക് എന്ന് ഞാൻ പറയത്തില്ല, മെറ്റീരിയൽ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. പഠിക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. പരീക്ഷ എഴുതി നമ്മൾ ഫലിപ്പിക്കുകയാണ് വേണ്ടത്. അതായത് പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും എഴുതി ഫലിപ്പിക്കലാണ് പ്രശ്നം. ഞാൻ മെയിൻസിലേക്ക് വരാം. അപ്പം ഇതേപോലെ ഇതായിരുന്നു നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 22-ന് അങ്ങോട്ടായിരുന്നു പ്രിലിംസ് എക്സാം. ആ പ്രിലിംസ് എക്സാം ഞാൻ ലീവ് എടുത്തിട്ടില്ല. ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ കൂടെ തന്നെ ഞാൻ പിന്നെ പ്രിലിംസ് എഴുതി. കാരണം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും സ്ട്രീം 1കാരോട് അത് അഡ്വൈസ് ചെയ്യത്തില്ല. സ്ട്രീം 3 ആയതുകൊണ്ടാണ് ഞാൻ അതും തുറന്നു പറയുകയാണ്, സ്ട്രീം 3 ആയതുകൊണ്ടാണ് ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നത്. സ്ട്രീം 2-ലും എനിക്ക് ആ കോൺഫിഡൻസ് ആയിരുന്നെങ്കിൽ പോലും ഞാൻ ലീവ് എടുക്കുമായിരുന്നു. കാരണം പിന്നെ അത്രയും കോൺഫിഡൻസ് നമുക്ക് പറയാൻ പറ്റത്തില്ല. സ്ട്രീം 3-യുടെ കോൺഫിഡൻസ് സ്ട്രീം 2-ലും 1-ലും പറയാൻ പറ്റില്ല. കാരണം എന്റെ കൂടെ എന്റെ കൊളീഗ്സ് ആയിട്ട് സ്ട്രീം 1കാരും 2കാരും ഉണ്ടായിരുന്നു. ആൻഡ് നമുക്ക് ഒരിക്കലും ആ കോൺഫിഡൻസ് പറയാൻ പറ്റില്ല. എന്നാൽ നമ്മൾ ആ ലെവലിൽ തന്നെ പഠിക്കേണ്ടി വരും. ഞാൻ ഏകദേശം നല്ലൊരു പിന്നെ ഇത് പ്രിലിംസിന് എനിക്ക് 90-ഓ 95-ഓ ഒക്കെ എനിക്ക് സ്കോർ ഉണ്ടായിരുന്നു. 50 ആയിരുന്നു എന്റെ കട്ട് ഓഫ് അതിനകത്ത്. അതുകൊണ്ട് ഒരിക്കലും അത് വെച്ച് നമുക്ക് പിന്നെ പറയാൻ പറ്റില്ല. എന്നിട്ട് അപ്പോഴത്തേക്ക് 2020 ആയി, കോവിഡ് പീരീഡ് ആയി. മാർച്ചിൽ നമ്മൾ ഷട്ട് ഡൗൺ ആവുകയാണ്. എന്തോ ഭാഗ്യത്തിന് എനിക്ക് 6 മാസത്തെ ലീവ് കിട്ടി. ഞാനത് ചോദിച്ചു വാങ്ങിച്ചതാണ്. കുറച്ച് കാലം പിടിക്കേണ്ടിയൊക്കെ വന്നു. പക്ഷെ എനിക്ക് എന്തോ ആ സമയം എനിക്ക് 6 മാസത്തെ ഏകദേശം ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 6 മാസം എനിക്ക് ലീവ് കിട്ടി. ഞാൻ ഈ സമയം, അതായത് പ്രിലിംസിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്റെ മെയിൻസ് പ്രിപ്പറേഷൻ ആരംഭിച്ചു. അന്ന് നല്ലൊരു ഇവരെല്ലാം കൂടെ പ്രിപ്പയർ ചെയ്ത്, അതായത് പരീക്ഷകൾ വൈകുന്നേരം 6 മണിക്ക് അതായത് നമുക്ക് സിലബസ് ഉണ്ട്, കൃത്യമായ സിലബസ് ഉണ്ട്. ഈ കൃത്യമായ സിലബസ് നമ്മൾ ഡിവൈഡ് ചെയ്യും, ഓരോ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. KC സാറിനൊക്കെ അത് കൃത്യമായിട്ട് അറിയാം. അവരത് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഇടും. അതായത് ഒരു ദിവസം 25 മുതൽ 30 ക്വസ്റ്റ്യൻ വരെയുള്ള 2 മാർക്കർ 5 മാർക്കർ. നമ്മൾ ആ ഒരു കാര്യം ആലോചിക്കണം. നമ്മുടെ പിന്നെ KASന്റെ മോഡൽ എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെയും തമിഴ്നാട് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെയും മോഡലാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ മോഡൽ പ്രകാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഇതിന്റെ മുമ്പിൽ കേരള PSCക്ക് അങ്ങനെ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പരീക്ഷ നടത്തിയിട്ടുള്ള ഒരു മോഡൽ ഇല്ലല്ലോ.
സോ നമ്മൾ അഡോപ്റ്റ് ചെയ്ത് ആ മോഡലാണ്. അത് വെച്ചിട്ട് നമ്മളൊരു 2 മാർക്കർ, 5 മാർക്കർ, 10 മാർക്കർ, അങ്ങനെ ഒരു 25-26 ക്വസ്റ്റ്യൻസ് ഓരോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടോപ്പിക്സ് ഡിവൈഡ് ചെയ്തതിനകത്തുനിന്ന് നമ്മൾ ഓരോ ദിവസവും നമ്മൾ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി തരും. ഇവർ തയ്യാറാക്കി തരും ക്വസ്റ്റ്യൻ പേപ്പർ. രാവിലെ ഇതേപോലെ 4 മണിക്ക് എഴുന്നേക്കും. ഇതേ സാധനം വൈകുന്നേരം 7 മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത്. ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കൃത്യമായിട്ട് ഒരു ദിവസം പോലും ഞാൻ വിട്ടിട്ടില്ല. എനിക്കൊന്ന് 2 ദിവസം, 90 ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു. അതിനകത്ത് 2 ദിവസം എനിക്ക് പേഴ്സണൽ ആയിട്ടൊരു ആവശ്യം വന്നതുകൊണ്ടാണ് 2 ദിവസം ഒഴിച്ച് ബാക്കിയുള്ള 88 ദിവസത്തെയും ഈ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം ഇരുന്ന് ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് പഠിച്ച് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്നത്. അവിടെയാണ് എന്റെ വിജയം, എന്റെ കോർ കിടക്കുന്നത് അവിടെയാണ്. അതിരുന്ന് കൃത്യമായിട്ട് ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്ത് പിന്നെ ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കും. അങ്ങനെ എനിക്കൊരു പിന്നെ എന്താണ് ഒരു 3 മാസം കൊണ്ട് ഞങ്ങൾ ആ സിലബസ് കംപ്ലീറ്റ് ചെയ്തു. വൈകുന്നേരം 7 മണിക്ക് പിന്നെ നമ്മള് ഇതിന്റെ ക്ലാസ് തുടങ്ങുമ്പോൾ മിക്കവാറും ക്വസ്റ്റ്യൻസിന് ഞാൻ ആൻസർ ചെയ്യാറുണ്ട്, അല്ലേ സാർ? അല്ലേ? ഓ, അത് ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും സംസാരിച്ച് അങ്ങ് പോവും, പല വഴിക്ക് നമുക്ക് പോകാറുണ്ട്, കയറി പോകാറുണ്ട് പലപ്പോഴും. അപ്പം അവിടെ ആ ഒരു ഇതില് നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്താലേ പറ്റുള്ളൂ. ഇതിനകത്ത് കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. കഷ്ടപ്പെടാതെ ഒരു കാര്യമില്ല. അങ്ങനെ കഷ്ടപ്പെടാൻ തയ്യാറാകുന്നവർ മാത്രം ഈ പരിപാടിക്ക് ഇറങ്ങിയാൽ മതി. അതാണ് ബേസിക്. കാരണം എന്റെ കൂടെ 104, ഞാൻ ഉൾപ്പെടെ 104 പേരാണുള്ളത്. ഈ 104 പേരും വന്നിട്ടുള്ളത് ഭയങ്കരമായി കഷ്ടപ്പെട്ട് തന്നെയാണ്. കഷ്ടപ്പെട്ട് ടു ദ കോർ അവർ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ സർവീസിലേക്ക്. കാരണം ദ ക്രീം ആണ്. കാരണം പിന്നെ കേരളത്തിലെ ഏറ്റവും നല്ല ആൾക്കാരാണ്, അല്ലെങ്കിൽ ഏറ്റവും എല്ലാവരും ഇതിനകത്ത് മത്സരിക്കുന്നുണ്ടാവും. ആ മത്സരത്തിനകത്ത് പിന്നെ വെറും ഇന്റലിജൻസോ വെറും ഹാർഡ് വർക്കോ ഒന്നുമല്ല, സ്മാർട്ട് ആയിട്ടുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഹാർഡ് വർക്ക് ഇട്ടവർക്ക് മാത്രമേ അവിടെ ആ 104 വരാൻ പറ്റിയിട്ടുള്ളൂ. ഇനി ഞാൻ അറിഞ്ഞിടത്തോളം ഇപ്പം ഒരു 30 to 40, ബിറ്റ്വീൻ 30 to 40 പോസ്റ്റുകളാണ് ഇത്തവണ നോട്ടിഫൈ ചെയ്യാൻ പോകുന്നത്. അപ്പം കുറച്ചുകൂടെ അത് മാത്രമല്ല, കഴിഞ്ഞ തവണത്തെക്കാട്ടിയും കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് എഴുതാൻ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. സോ അത്രയും ഹാർഡ് വർക്ക് ഇപ്പൊ റൈറ്റ് ടൈമാണ് തുടങ്ങാൻ പറ്റിയ. നമുക്ക് ആവശ്യത്തിനുള്ള ആംപിൾ ടൈം ഉണ്ട്. നല്ല രീതിയിൽ ഇത്രയും ഞാൻ ചെയ്തു. പിന്നെ അതിനുശേഷം ഞങ്ങൾക്ക് പിന്നെ മെയിൻസ് വരുന്നത് ജനുവരിയിലാണ്. അതായത് 2021 ജനുവരിയിലാണ്, ജനുവരി 15. അതായത് സ്ട്രീം 1-നും 2-നും നേരത്തെ കഴിഞ്ഞു. ഒരു കേസ് ഉള്ളത് കാരണം സ്ട്രീം 3-ന് ജനുവരി 15-ലേക്ക്, 2022 ജനുവരി 15-ലേക്ക് പിന്നെ നമ്മുടെ മെയിൻസ് വന്നു. വളരെ നല്ല രീതിയിൽ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെയിൻസിനൊക്കെ പരീക്ഷ ഈ PSC പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പറയുന്ന ടൈമിന് ഒരു 15 മിനിറ്റ് 20 മിനിറ്റെങ്കിലും നേരത്തെ അവിടെ എത്താൻ ചെയ്യണം. പല ആൾക്കാർക്കും അങ്ങനെ ഒരു മിനിറ്റ് താമസിച്ചാലും ഒരു പരീക്ഷ എഴുതാൻ പറ്റിയിട്ടില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട. അത് എഴുതാൻ സമ്മതിക്കൂല. അങ്ങനെ പിന്നെ അവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് ഒന്നും ഒരു കാര്യമില്ല. കൃത്യമായിട്ട് പിന്നെ ടൈമിൽ നമ്മൾ ഓൺ ടൈം ആയിരിക്കണം. അവിടെ കയറി ചെല്ലുക. നമുക്ക് ആ 3 മണിക്കൂർ നമ്മുടെ ഡിസൈഡിങ്, 9 മണിക്കൂർ നമ്മുടെ ഡിസൈഡിങ് ലൈഫ് ചേഞ്ചർ ആണ് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. ഫസ്റ്റ് വേണ്ടത് നമുക്കുണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം അതാണ്. ഈ റിട്ടേൺ, അതായത് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു, നമ്മൾ അത് എങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനാണ് നമ്മൾ കാര്യം ഇരിക്കുന്നത്. എങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞല്ലോ, ഞാനത് എഴുതി. നമ്മൾ പഠിച്ചതിന് ശേഷം ഞാനത് എഴുതി. എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എവിടെയൊക്കെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിലാണ് പ്രശ്നം ഇരിക്കുന്നത്. റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് പിന്നെ നമ്മുടെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് വേറൊരാൾ വായിക്കുന്നത് നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പോ ഇത് എഴുതുമ്പം നമുക്ക് ആദ്യം പിന്നെ ഭയങ്കര എലോബറേറ്റ് ആയി പോകും. നമ്മൾ ക്വസ്റ്റ്യൻസ് കൃത്യമായി വായിക്കണം. ടു ദ ക്വസ്റ്റ്യൻ ആയിരിക്കണം ആൻസർ ചെയ്യേണ്ടത്. അല്ലാതെ ഇവിടെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരു വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ, എനിക്കുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ തോന്നും, പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി എന്നിട്ട് അതിന് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ ക്വസ്റ്റ്യൻ അത്ര സിമ്പിൾ അല്ല എന്നുള്ളത്. ഈ വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ പറയുന്ന സാധനം അവരെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞിട്ട് ഒരു 1, 2, 3, 4, 5 ലൈൻ ഉണ്ടാവും. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാവും.
ഈ 5 ലൈനിന്റെ ഉള്ളിൽ നമ്മൾ ഈ സാധനം തീർക്കണം. നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം പോലെ അല്ല. അല്ലെങ്കിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റി എക്സാം എന്ന് പറയുന്നത് എന്തും എവിടെ എഴുതി അങ്ങ് വിടാം. പക്ഷെ ഇതല്ല. ആ 5 ലൈനിനുള്ളിൽ നമ്മുടെ 2 മാർക്കർ ആണെങ്കിൽ 5 ലൈനോ അല്ലെങ്കിൽ 10 ലൈനോ ഉണ്ടാവും. ആ ലൈനിനുള്ളിൽ നമ്മൾ കാര്യം പറയണം. ചിലപ്പോൾ 5 മാർക്കറിന് 5 ലൈനേ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒരു പേജ് മറച്ചു നോക്കുമ്പോൾ അവിടെ ലൈൻ കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. ആ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം നമ്മൾ ഒന്ന് മറച്ചു നോക്കാം, എത്ര ലൈൻ ഉണ്ട് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ നോക്കൂല. ആ ക്വസ്റ്റ്യൻ പിന്നെ നമ്മുടെ ക്രക്സിലേക്ക് പോയിന്റ് എഴുതാൻ പോലും പറ്റാത്ത അവസ്ഥ വരും. അപ്പം അവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, PSC എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ടൈംലി ആയിട്ട് ഡിസിഷൻ എടുക്കാനുള്ള ഒരു അതായത് ഇത്ര ലൈനിൽ നമ്മൾ എഴുതുന്നുണ്ടോ എന്നുള്ള ഡിസിഷൻ ടൈംലി ആയിട്ട് എടുക്കാൻ നമുക്ക് അറിയുക. അതിനുള്ള മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ചില ക്വസ്റ്റ്യൻസ് ഞാൻ സ്റ്റാർ ആയിട്ട് ഇട്ടിട്ട് പോയിന്റ് ബൈ പോയിന്റ് മാത്രം എഴുതിയുള്ളൂ. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് ഇച്ചിരി എലോബറേറ്റഡ് ആയിട്ട് എഴുതി. അവർ നോക്കുന്നത്, അവർക്കൊരു കീ ഉണ്ടാവും, ആൻസർ കീ ഉണ്ടാവും. ആ ആൻസർ കീ വെച്ചിട്ടാണ് അവർ ആൻസർ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആൻസർ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമ്മൾ അതനുസരിച്ച് നമ്മൾ ആൻസർ എഴുതാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് ബ്ലാബ്ല എഴുതാനുള്ള സമയമില്ല, ബ്ലാബ്ല എഴുതാനുള്ള കാര്യമില്ല. ടു ദ പോയിന്റ് കൃത്യമായിട്ട് ആൻസർ ചെയ്യുക. അതിനുള്ള മെറ്റീരിയൽ ആൻസർ ചെയ്തല്ലോ. എനിക്ക് തോന്നുന്നു ഏറ്റവും പാട് തോന്നിയത് 3 മാർക്കിന്റെ ചോദ്യങ്ങൾ ചെയ്താണ്. കാരണം ഞാൻ അന്ന് ഇവാലുവേറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഏറ്റവും പ്രശ്നം നമുക്കൊന്ന് ഏറ്റവും നീറ്റ് ചെയ്യുന്ന ഇലാബറേറ്റ് ആയിട്ട് ചെയ്യുന്ന ആളുകളിൽ ഒരാളായിരുന്നു ആദ്യം തുടക്കം എഴുതി വന്ന സമയത്ത്. ഏറ്റവും ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് തന്നെ ഇതെല്ലാം എഴുതി വെക്കാനായിട്ട് നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ഇലാബറേറ്റ് ആയിട്ട് പോകുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ആൻസേഴ്സിൽ. അതെ. അപ്പം അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് ഒരുപാട് നമുക്ക് ഇൻപുട്ട് നമ്മുടെ കയ്യിലുണ്ടാവും. അതെല്ലാം എഴുതി വെക്കാനുള്ള ഒരു വേദിയല്ല അത്. നമ്മൾ ആ ഒരു പോയിന്റ് കൃത്യമായിട്ട് അത് ബൈ പ്രാക്ടീസ് നമുക്ക് കിട്ടത്തുള്ളൂ. ബൈ പ്രാക്ടീസ് മാത്രമേ അത് കിട്ടത്തുള്ളൂ. സോ എഴുതി തന്നെ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോഴേ നമുക്ക് ആ റൈറ്റിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെ എഴുതണം അത് നമുക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. എങ്ങനെ എഴുതണമെന്നുള്ള നമ്മൾ ആ സമയത്ത് നമ്മൾ എടുക്കുന്ന ഡിസിഷനാണ്. ഇത്ര എഴുതിയാൽ മതി, അത് കൃത്യമായത് കൊണ്ടാണ് ഞാനിപ്പോ 7th റാങ്കിൽ എത്തിയിരിക്കുന്നത്. അതാണ് അതിന്റെ ഒരു ക്രക്സ്. അത് കറക്റ്റായിട്ട് വന്നു. അത് കറക്റ്റായിട്ട് വരുന്നത് എങ്ങനെയാണ്? ബൈ പ്രാക്ടീസ്. അതിനകത്ത് പ്രിലിംസിന്റെ റിസൾട്ട് കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നതിന് ശേഷം മെയിൻസിന് പഠിക്കാൻ നോക്കിയിരിക്കരുത്. പ്രിലിംസിന്റെ റിസൾട്ട് വന്നതിന്റെ പിറ്റേ ദിവസം തൊട്ട് നമ്മൾ മെയിൻസിന് പ്രിപ്പയർ ചെയ്യുക. അപ്പോഴാണ് ഞാനൊരു 5 ടൈംസ് എങ്കിലും ഇതിന്റെ റിവിഷൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഒരുപാട് മെറ്റീരിയൽസ് വായിക്കരുത്. ഇപ്പം എവിഡന്റ് തരുന്ന കൺസൈസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും. ഇത് റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചിട്ട് നമ്മൾ കാണാപ്പാഠം പഠിക്കാൻ പറ്റുമെങ്കിൽ കാണാപ്പാഠം പഠിക്കുക. അതിനകത്ത് ഒരു തെറ്റും വിചാരിക്കണ്ട. അതൊരു സ്മാർട്ട് വർക്കിന്റെ ഭാഗമായിട്ടൊന്ന് വിചാരിച്ചാൽ മതി. നമ്മൾ ആ കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ലാംഗ്വേജിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് കാണാതെ പഠിച്ചാൽ പ്രശ്നമൊന്നുമില്ല. എപ്പോഴും നമുക്ക് പോയിന്റ്സ് കിട്ടും. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമ്മുടെ മനസ്സിൽ അത് അടുക്കി വെച്ചാൽ വളരെ നല്ലതായിരിക്കും. മെറ്റീരിയലിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് വേറെ കാര്യം ഓർമ്മ പോറില്ലേ, പല ബുക്കുകൾ വായിച്ചിട്ട് നമുക്ക് മെറ്റീരിയൽസ് കൺസൈസ് ചെയ്ത് എടുത്ത കാര്യം പറഞ്ഞപ്പോ ഞാനൊക്കെ ആ സമയത്ത് ഏറ്റവും കൂടുതൽ പറ്റുന്ന കേരള ജോഗ്രഫിക്ക് നമുക്കൊരു മെറ്റീരിയൽ ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നു. സെർച്ച് ചെയ്തെടുക്കാൻ ഒരു ഏരിയ ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നു. അന്ന് ഇവിടെയുള്ള ഗവൺമെന്റ് വെബ്സൈറ്റുകളിലൂടെയും കിട്ടുന്ന മെറ്റീരിയലിലൂടെയൊക്കെ കയറി ഇറങ്ങിയാണ് നമ്മൾ അന്ന് കുറച്ചെങ്കിലും ഒക്കെ ഒരു മെറ്റീരിയൽ അഡ്ജസ്റ്റ് ചെയ്തെടുത്തത്. അതെ, അങ്ങനെയാണ്. പിന്നെ ബേസിക് ആയിട്ടുള്ള ഒരു സാധനം വായിക്കേണ്ടതെന്ന് പറഞ്ഞാൽ NCERT ടെക്സ്റ്റ് ബുക്ക്. ബേസിക്കലി നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കാം. എല്ലാത്തിന്റെയും 6ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ വായിക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷെ നമുക്ക് അതിനുള്ള സമയം ഉണ്ടോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. 10, 11, 12 വായിച്ചാലും മതി. പക്ഷെ ബേസിക് മെറ്റീരിയൽ NCERT അത് അക്കാഡമിക് ഓറിയന്റഡ് ആയിട്ടാണ് എഴുതിയത്. നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഡിഗ്രി ലെവൽ എക്സാം ആണ് എഴുതുന്നത്. നമ്മുടെ അതുകൊണ്ട് തന്നെ 10th, 11th, 12th നമ്മുടെ ബേസിക് എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട്. ആ ബേസിക്സിനകത്തുനിന്ന് നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ NCERT ടെക്സ്റ്റിൽ കൊടുത്തിരുന്ന പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതിനെ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പറയാൻ എനിക്കൊരു 1-2 കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. നേരത്തെ PSC എക്സാംസിന് അപ്പം പ്രിലിംസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വളരെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല, അങ്ങനെയുള്ള ചില വളരെ ഇതായുള്ള ക്വസ്റ്റ്യൻസ് ആണ് പണ്ട് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് മാറി. ഇപ്പം കൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി.
ഇപ്പൊ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ്, പിന്നെ രണ്ട് മൂന്ന് പോയിന്റ്സ് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പം എ ബി തരും. എ ആൻഡ് ബി ആർ കറക്റ്റ്, ഫാക്ച്വലി കറക്റ്റ്, ആൻഡ് എ ഈസ് ദ റീസൺ ഫോർ ബി, അല്ലെങ്കിൽ ബി ഈസ് ദ റീസൺ ഫോർ എ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ് പ്ലസ് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ UPSC അഡോപ്റ്റ് ചെയ്ത ഒരു സംഭവമാണ്. അതും വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മെയിൻസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മെയിൻസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മെയിൻസ് ഇപ്പോഴാണ് കുറച്ചുകൂടെ മെയിൻസ് ഇതായിട്ട് വരാൻ തുടങ്ങിയത്. പണ്ട് മെയിൻസ് ഇല്ലായിരുന്നു. അപ്പം നമ്മളിപ്പം ബേസിക് ക്വസ്റ്റ്യനിലാണ് മെയിൻസ് കിടക്കുന്നത്. പലതും വാട്ട് ഈസ് മൈക്രോ എക്കണോമിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ടാണ്. അല്ലെങ്കിൽ സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് കുറവാണ്. സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നില്ല. വാട്ട് ഈസ് മൈക്രോ എക്കണോമിക്സ് എന്നോ, വാട്ട് ഈസ് മാക്രോ എക്കണോമിക്സ് ഡിഫൈൻ വിത്ത് എക്സാമ്പിൾസ് എന്നോ, വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ റൈറ്റ് 5 പിന്നെ എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ 5 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് മാത്രം എഴുതി വെച്ചാൽ മതി, 5 മാർക്ക് കിട്ടും. കോൺവാലിസ് കോഡ് എന്താണ്, കോൺവാലിസിന്റെ പിന്നെ ഇതെന്താണ്, പിന്നെ കോൺട്രിബ്യൂഷൻസ് എന്താണ്, 5 മാർക്കിനെങ്കിൽ 5 പോയിന്റ്സ് കൃത്യമായിട്ട് എഴുതി വെച്ചാൽ മതി. അത് കൂടുതൽ ഒന്നും എഴുതാനോ എലാബറേറ്റ് ചെയ്യാനോ പോകരുത്. പിന്നെ വാട്ട് ആർ ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് പാർലമെന്റ് ക്യാൻ ലെജിസ്ലേറ്റ് ഓൺ ദ സ്റ്റേറ്റ് സബ്ജക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പോയിന്റ്സ് മാത്രം, ആർട്ടിക്കിൾ ആൻഡ് ദാറ്റ് പോയിന്റ് ഇത് വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടിയിരിക്കും. അപ്പൊ അതിനപ്പുറം പോകരുത്. പക്ഷെ ആ പോയിന്റ്സ് കൃത്യമായിട്ട് എഴുതുക വേണം. നമ്മൾ ഉടായ്പ കാണിക്കാൻ നോക്കരുതെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, ഇനി നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ പിന്നെ സ്ട്രോങ് പോയിന്റ്സ് ഉണ്ടാവും, നമുക്ക് ഓരോ വീക്ക് പോയിന്റ്സ് ഉണ്ടാവും. ബേസിക്കലി എന്റെ വീക്ക് പോയിന്റ് ഇന്റർവ്യൂ ആയിരുന്നു. എന്റെ സ്ട്രോങ് പോയിന്റ് മെയിൻസ് റിട്ടൺ എക്സാം ആയിരുന്നു. അത് നമ്മൾ സ്വയം ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് എന്റെ മാർക്കിലും അത് പ്രതിഫലിച്ചിട്ടുണ്ട്. കാരണം ഇന്റർവ്യൂവിന് മെയിൻസിൽ എനിക്ക് നല്ല മാർക്കുണ്ട്, മീൻസ് കമ്പാരിറ്റീവ്ലി നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ഇന്റർവ്യൂവിന് 50 മാർക്കിൽ എനിക്ക് കിട്ടിയത് 29 മാർക്ക്. അതായത് മാക്സിമം കിട്ടാവുന്ന മാർക്ക് 35. 35ൽ 25, അതായത് ഒരാൾക്ക് മാക്സിമം കൊടുക്കാവുന്ന മാർക്ക് 35ആണ്. PSCയുടെ അങ്ങനെ കുറച്ചുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. 30ൽ 50ൽ 50 കൊടുക്കത്തില്ല, അല്ലെങ്കിൽ 45 കൊടുക്കത്തില്ല, 40 കൊടുക്കത്തില്ല. അവർക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന മാർക്ക് എന്ന് പറയുന്നത് 35 ആണ്. അതിനൊക്കെ അല്ലെങ്കിൽ അതിന് കൂടുതൽ കൊടുക്കുന്നതിനാണെങ്കിൽ അവർ PSC മെമ്പർ അതിന് കമ്മിറ്റിയിൽ കമ്മീഷനിൽ അവർ ഒരു കാരണം കൂടെ കാണിക്കണം. മിനിമം മാർക്ക് എനിക്ക് 20 ആണ്. ആ 20ൽ കുറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. ഇപ്പൊ 20ക്കും 35നും ഇടയ്ക്കാണ് നമ്മുടെ ബാൻഡ് കിടക്കുന്നത്. ആ ബാൻഡിന്റെ ഇടയിൽ എനിക്ക് കിട്ടിയ 29 ആണ്. 35 കിട്ടിയ ഒരുപാട് പേരുണ്ട്. അപ്പം എന്തുകൊണ്ട് എനിക്ക് 35 ആയില്ല, കിട്ടിയില്ല എന്ന് വെച്ചാൽ അതിന് റീസൺസ് ഉണ്ട്. നമുക്കൊരു ഹോബി ഉണ്ടായിരിക്കണം. നമുക്ക് നല്ലൊരു ഹോബി, നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ഹോബി ഉണ്ട്. അത് ചെയ്യുന്ന ഹോബി ആയിരിക്കണം. ചുമ്മാ നമ്മൾ ആ സമയത്ത് പോയി എന്തെങ്കിലും ഒരു സാധനം ഹോബി ആയിട്ട് പറയാൻ പാടില്ല. അപ്പൊ എനിക്കൊരു ഹോബി ഉണ്ടായിരുന്നു. എന്റെ ഹോബി എന്ന് പറയുന്നത് കമ്പാരറ്റീവ് പോയിന്റ് കളക്ഷൻ ആയിരുന്നു. അപ്പോ ഞാനതിന് ഭയങ്കര സ്ട്രോങ്ങും ആയിരുന്നു ആ ഒരു കാര്യത്തിനകത്ത്. എന്റെ വളരെ നല്ലൊരു ഹോബിയായിരുന്നു. ആ കാര്യം ഞാൻ വളരെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ട്രാവൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കോയിൻ കളക്ഷൻ അവർ എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു. പിന്നെ എന്റെ പിന്നെന്താണ് സർവീസിനെ പറ്റി, പഞ്ചായത്ത് സെക്രട്ടറി എന്നുള്ള സർവീസിനെ പറ്റി ചോദിച്ചു. അപ്പം അന്ന് നിങ്ങൾക്ക് അറിയാതിരിക്കാം, നമ്മുടെ ശിവൻകുട്ടി മിനിസ്റ്ററിന്റെ വൈഫായിരുന്നു എന്റെ, അത് മാഡം PSC മെമ്പർ ആയിരുന്നു. മാഡം ആയിരുന്നു എന്റെ ബോർഡിന്റെ ചെയർമാൻ. അത് കൂടാതെ വേറെ 2 ബോർഡ് മെമ്പർമാരും, പിന്നെ നമ്മുടെ പഴയ ചീഫ് ഇലക്ടറൽ ഓഫീസർ, സാറിന്റെ പേര് ഞാൻ വിട്ടുപോയി, അദ്ദേഹമായിരുന്നു ACS ആയിരുന്നു എന്റെ IAS ഓഫീസർ ഞങ്ങളുടെ ബോർഡിൽ ഉണ്ടായിരുന്ന. ടിക്കാറാമ സാറായിരുന്നു ബോർഡ്. അപ്പം സാറ് പെരിന്തൽമണ്ണ സബ് കളക്ടറായിട്ടാണ് സാർ സർവീസിൽ വരുന്നത്. അപ്പം ഞാൻ അതിനടുത്ത് മൂത്തേടം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നു ആ സമയത്ത്. അപ്പം ഉറപ്പായിട്ടും ആ ഭാഗത്തു നിന്നുള്ള PVTG, പർട്ടിക്കുലർലി വൾനറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നല്ല രീതിയിൽ ആൻസർ ചെയ്തു. കാരണം ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതിനെപ്പറ്റി ആൻസർ ചെയ്തു. പിന്നെ പഞ്ചായത്തിന്റെ പ്രോജക്ട്സിനെ പറ്റി ചോദിച്ചു, പ്രോജക്റ്റിനെ പറ്റി, വിമൻസ് റിസർവേഷനെ പറ്റി ചോദിച്ചു. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പഞ്ചായത്തിനെ പറ്റി ചോദിച്ചു. ഒരു ½ an hour ലോങ് നല്ല രീതിയിലുള്ള ഇന്റർവ്യൂ. ഒരു കാര്യം മനസ്സിലാക്കിയ, ഇന്റർവ്യൂ നമ്മുടെ മെമ്മറി ടെസ്റ്റ് ചെയ്യാനോ നമുക്ക് കഴിവുള്ളത് കൊണ്ടാണ് നമ്മുടെ ഇന്റർവ്യൂ ബോർഡിൽ എത്തിയത്. അതെല്ലാം അവിടെ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ
പേഴ്സണാലിറ്റിയും മറ്റു കാര്യങ്ങളുമാണ് അവിടെ ടെസ്റ്റ് ചെയ്തത്. പിന്നെ നമ്മുടെ സത്യസന്ധതയാണ് ടെസ്റ്റ് ചെയ്തത്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ എന്റെ അടുത്ത് ചോദിച്ചത് എന്റെ ഒരുപാട് ഈ അപ്പൊ കോയിൻ കളക്ഷനെ കുറിച്ച് എല്ലാം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതെല്ലാം ഒരുവിധം സാറ്റിസ്ഫാക്ടറി ആയിട്ട് ഞാൻ മറുപടി പറഞ്ഞു. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് വെച്ചാല്, കോയിൻസ് നോട്ടും ഉണ്ടല്ലോ എന്റെ കളക്ഷനകത്ത്. അപ്പം നമ്മുടെ നോട്ടിനകത്ത് ഗാന്ധിജിയുടെ പടം ഉണ്ടല്ലോ, നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഒരു പടമാണ്. വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പം ആ ഗാന്ധിജിയുടെ പടം എപ്പോഴാണ് ആ ഫോട്ടോ എടുത്തത്? നമ്മുടെ പിന്നെ എല്ലാ ഗവൺമെന്റ് ഓഫീസിന്റെ ചുവരിലും ആ ഫോട്ടോ ഉണ്ടാവും. എല്ലാം നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ഫോട്ടോയാണ്, നമ്മുടെ നോട്ടിലും ഒക്കെ കാണുന്ന ഫോട്ടോയാണ്. ആ ഫോട്ടോ എപ്പോഴാണ് എടുത്തത്? എനിക്കറിയത്തില്ലായിരുന്നു. എനിക്കറിയില്ല എന്ന് പറയാതെ വേറെ പിന്നെ അവിടെ പോയിട്ട് നമുക്ക് വേറെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എനിക്കറിയില്ലായിരുന്നു. അതാണ് അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അതായത് സ്ഥിരം കാണുന്ന ഒരു കാര്യം, എനിക്ക് സ്ഥിരം നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യം, ആ ഒബ്സർവേഷൻ എന്റെ കണ്ണിൽ പെട്ടില്ല. അത് ഞാനൊരു കോയിൻ കളക്ടർ, നോട്ട് കളക്ടർ ആയിട്ട് ഞാനത് ഒബ്സർവ് ചെയ്തില്ല എന്ന് പറയുന്നത് എന്റെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. അവിടെയാണ് എന്റെ മാർക്ക് പോകുന്നത്. അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ 33 or 34 ഒക്കെ കിട്ടിപ്പോയാൽ, കാരണം ബാക്കിയെല്ലാം നല്ലതായിരുന്നു. പക്ഷെ അത് ആ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ കോൺഫിഡൻസ് ഒന്ന് കുറഞ്ഞു. കാരണം അതുവരെയൊക്കെ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷെ ആ ഒരു ക്വസ്റ്റ്യനിൽ എന്റെ കോൺഫിഡൻസ് കംപ്ലീറ്റ് പോയി. പക്ഷെ അത് അവസാനം ക്വസ്റ്റ്യൻ വന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ PSC മെമ്പർമാർ എത്രത്തോളം വെൽ സ്റ്റഡീഡ്, വെൽ ഒബ്സർവ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്ന് നമ്മൾ ആലോചിച്ചു. അവര് രാഷ്ട്രീയക്കാരാണെന്നൊക്കെ നമ്മൾ എഴുതി തള്ളരുത്. അവര് വളരെ എഫിഷ്യന്റ് ആണ്, വളരെ അറിവുള്ള ആൾക്കാരാണ്. നമ്മൾ വളരെ ജാഗരൂകരായിട്ട് വേണം ഇതിന് പോയി ഇതിരിക്കാനായിട്ട്. ഓരോ മാർക്കും ഇമ്പോർട്ടന്റ് ആണ്. അത് കാരണം എനിക്ക് ഒരു റാങ്കാണ് പുറകെ പോയത്. അല്ലെങ്കിൽ ചിലപ്പോൾ സിക്സ്ത് റാങ്ക് കിട്ടിയാണ്. അപ്പം അത്തരം കാര്യങ്ങള് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അതിന് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ പ്രാക്ടീസ്. ഇവിടെയും ഒരു കാര്യമുള്ളൂ, പ്രാക്ടീസ്. കൂടുതൽ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക, കഴിയുന്നത്ര മോക്ക് ഇന്റർവ്യൂസ് കൊടുക്കുക, കഴിയുന്നത്ര നമ്മുടെ ഫീൽഡിന്റെ ക്വസ്റ്റ്യൻസ് മറ്റുള്ളവരെ കൊണ്ട് ചോദിക്കുക, എന്നിട്ട് നമ്മളത് റീപ്രൊഡ്യൂസ് ചെയ്യുക. റീപ്രൊഡക്ഷൻ, ആ സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പേപ്പറിലായാലും ശരി, പറച്ചിലായാലും ശരി. മലയാളത്തിലും നമുക്ക് പറയാം, ഒരു വിഷയമില്ല. ഇംഗ്ലീഷിൽ നമുക്ക് ഇഷ്ടമുള്ള രീതി, നമ്മൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പറയാം. അതിനൊന്നും ഒരു വിഷയമില്ല. പക്ഷെ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് കഴിയണം. അതിന് നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ നല്ല ഇൻപുട്ട് ഇട്ടേ പറ്റുള്ളൂ, ടൈം ഇട്ടേ പറ്റുള്ളൂ. ഇതൊരു നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കണം. ഇത് ആ ഒരു ലെവലിൽ ഒരു ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇതിന്റെ റിട്ടേൺസ് എന്ന് പറയുന്നത് നമുക്കൊരു ലോങ് ടേം, ജീവിത അവസാനം വരെയുള്ള ഒരു റിട്ടേൺ ആയിരിക്കും കിട്ടുന്നത്. ഇത്രയാണ് എനിക്ക് പ്രിപ്പറേഷനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. ഇത്രയും സമയം, ഒരു ഓൾമോസ്റ്റ് നിയർലി ഹാഫ് ആൻ അവറിന് മുകളിൽ നമ്മളുമായിട്ട് സ്പെൻഡ് ചെയ്തതിന് റിയലി താങ്ക്സ് ഫ്രം ഓൺ ബിഹാഫ് ഓഫ് അവർ ടീം.